ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പൊ ദാ ഇത് നമ്മുടെ ഇന്നലെ വാലന്റൈൻസ് ഡേ ആയിട്ടുള്ള ഒരു കുഞ്ഞു വിശേഷമായിട്ടൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ കുക്കിംഗ് തന്നെയാണ് മെയിൻ, നമ്മുടെ മേഖല അതാണല്ലോ അല്ലേ. പിന്നെ വേറെ ഒന്നും വലുതായിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ഇന്ന് പാസ്തയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കണ. പാസ്ത എന്ന് പറയുമ്പോൾ സാധാരണ അല്ല, മാക്ക് ആൻഡ് ചീസ്. മാക്ക് ആൻഡ് ചീസ് അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് എനിക്ക് വലുതായിട്ട് പരിചയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ പൊന്നുകുട്ടിയുടെ ഫ്രണ്ട് എങ്ങാണ്ടോ പോയി ഏതോ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചു എന്ന്. അങ്ങനെ പൊന്നു വന്ന് പറഞ്ഞ അമ്മ ഒന്ന് എനിക്ക് വാങ്ങിച്ചു തരുമോ, നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പണ്ടേ ഇങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാധനമൊക്കെ എനിക്ക് തോന്നുന്നു വലിയ വലിയ കടകളിലേ കിട്ടുള്ളൂ. അതിനൊക്കെ അത്യാവശ്യം നല്ല വിലയും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ മിക്കവാറും വീട്ടിൽ തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കും, തട്ടിക്കൂട്ടിയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കൂടെ. എന്നിട്ട് പറ്റുമെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റണതാണ്, നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റണയാണെങ്കിൽ ഞാൻ മാക്സിമം സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ റെസിപ്പി നമ്മുടെ യൂട്യൂബിനെ തന്നെ ആശ്രയിച്ച് റെസിപ്പിയൊക്കെ നോക്കി അങ്ങനെ അതിൽ കണ്ട ഒരു റെസിപ്പി വെച്ചാണ് കേട്ടോ ഇപ്പൊ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് തന്നെ നമുക്ക് ഇത്രയും നമ്മൾ ഈ ചെയ്യുന്നില്ല, ഈ മിക്സ് വരെ ചെയ്ത് നിർത്തിയാലും മതി. പിന്നെ വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഇന്നാൾ അമ്മ മൈക്രോവേവ് ഒക്കെ വാങ്ങിച്ചു തന്നതിന്റെ ഒരു അഹങ്കാരത്തിൽ ഞാൻ അങ്ങ് ബേക്ക് ചെയ്ത് തന്നെ എടുക്കാന്നും പറഞ്ഞ് അങ്ങനെ അതാ ബേക്ക് ചെയ്യാൻ എടുക്കുകയാണ്. അപ്പൊ കുറച്ച് ഞാൻ ഇങ്ങനെ റിസർവിൽ മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് ബേക്ക് ചെയ്യണം. കാരണം ബേക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് കൊള്ളൂല എന്ന് പറഞ്ഞാലും ഇതുവരെ എത്തിയപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പൊ കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്, കൊള്ളാന്ന് തോന്നി. അതുകൊണ്ട് കുറച്ചങ്ങനെ റിസർവിൽ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പക്ഷെ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിന്റെ യഥാർത്ഥ രുചി എന്താണെന്ന് എനിക്കും അറിഞ്ഞൂടാ, ഇത് കഴിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇതിന്റെ യഥാർത്ഥ രുചിയൊന്നും അറിഞ്ഞൂടാ കേട്ടോ. കടയിൽ കിട്ടുന്ന ഇതിന്റെ രുചിയൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയപ്പോൾ കിട്ടിയ ആ ടേസ്റ്റ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ഓക്കെ സെറ്റാണ് എന്നങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും കാലത്ത് ഇതിന്റെ എവിടെന്നെങ്കിലും ഒക്കെ കഴിക്കുമ്പോൾ അറിയാം ശരിക്കും ഇതിന്റെ രുചി ഇങ്ങനെ തന്നെയാണോ, അത് നമ്മൾ ചെയ്തപ്പോ വല്ല തെറ്റും പറ്റിയോ എന്നൊക്കെ ഇനി ഏതെങ്കിലും കാലത്ത് ദൈവം അനുവദിച്ച് കഴിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് തിരിച്ചറിയാം. അത്രയുള്ളേ. അപ്പൊ എന്തായാലും വാലന്റൈൻസ് ഡേ ആയിട്ട് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞാണ്, അവർക്ക് ഇഷ്ടമുള്ളത് തന്നെ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് തുടങ്ങിയത് കേട്ടോ. പിന്നെ ഞാൻ ഇത് മില്ലറ്റ് പാസ്ത വെച്ചാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മളെ ശുചിച്ചേട്ടൻ ഭയങ്കരമായിട്ട് ഡയറ്റൊക്കെ നോക്കി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമ്പോ ഇനിയിപ്പൊ ഞാൻ ചെന്ന് എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്ത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. മാത്രമല്ല ശിവചേട്ടന് സെപ്പറേറ്റ് നമുക്ക് സെപ്പറേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഇച്ചിരി മെനക്കേടാണ്, പാടാണ്, മടിയാണ് സത്യം പറഞ്ഞ. അപ്പൊ നമ്മളെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുത്തോണ്ട് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്തെങ്കിലും ചീസ് അല്ലേ, അപ്പം ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഇങ്ങനെ ഒരു വിഭവം ഈ ലോകത്തുണ്ട് എന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്ന ആളാണിത്. ഇത് ശരിക്കുള്ള റിയാക്ഷൻ ആണ്. കാരണം എനിക്ക് ഇതിന്റെ രുചിയൊന്നും അറിഞ്ഞുകൂടാതെ ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതിന്റെ ഇതാണ്. കൊള്ളാമോന്ന് ചോദിച്ചാൽ കൊള്ളാം. പക്ഷേ നമ്മള് മലയാളികൾക്ക് പെട്ടെന്ന് അങ്ങനെ ദഹിച്ചോളണമെന്നില്ല. കാരണം നമ്മൾ ഇച്ചിരി എരിവും പുളിയും ഒക്കെ കഴിച്ച് ശീലിച്ചേലേ നമുക്ക് ഇത് അങ്ങനെ പ്രത്യേകിച്ച് എരിവോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഒരു ന്യൂഡ് ടേസ്റ്റ് പോലെയൊക്കെയാണ് തോന്നി. പിന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി നമ്മളെ ശിവസാറിന്റെ അഭിപ്രായത്തില് തണുപ്പില്ലാത്ത ഐസ്ക്രീം കഴിക്കും പോലെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ മധുരമൊന്നും ഇല്ല ഇതിന്. പക്ഷെ ആ ഒരു ചീസ് ഇത് കണ്ടിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നേ. അപ്പൊ ഇന്നത്തെ ചിക്കൻ ബിരിയാണിക്കുള്ള പ്രത്യേകത എന്തോന്ന് വെച്ചാൽ 2-3 പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ മാസ്റ്റർ ഷെഫായിട്ട് നമ്മുടെ മാധുക്കുട്ടനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ രാവിലെ തൊട്ട് മാധു പറയുന്നുണ്ട് അമ്മ ഞാൻ ഉണ്ടാക്കട്ടെ, അമ്മ ഞാൻ ഇളക്കട്ടെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്ത് മാധുവിന്റെ ആഗ്രഹത്തിന് മാധുവിന് ഇളക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാധുക്കുട്ടിയാണ് കേട്ടോ ഉണ്ടാക്കണേ. പിന്നെ ഈ പിള്ളേരുണ്ടാക്കുമ്പോൾ നമുക്ക് ഇച്ചിരി മെനക്കേട് കൂടുതലാണ്. കാരണം ഇങ്ങനെ ഇളക്കുമ്പോ കുറെയൊക്കെ അപ്പുറത്ത് പോവും ഇപ്പുറത്ത് പോവും, അത് വൃത്തിയാക്കൽ ഇച്ചിരി പണിയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കും പോലെ അല്ലല്ലോ. നമ്മളാണെങ്കിൽ ഇപ്പൊ ഈ പൊടികൾ ഇടുന്നതൊക്കെ തന്നെ ഞാനാണെങ്കിൽ നേരിട്ടങ്ങ് അതിലോട്ടങ്ങ് ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. ഇപ്പൊ മാധുവിനെ കൊണ്ട് ഇടിയിപ്പിക്കുന്നുണ്ട് ഇതുപോലെ പ്രത്യേകിച്ച് ഒരു ബൗളെടുത്ത് അതിലിട്ട് കൊടുത്ത് അപ്പൊ ആ പാത്രം കൂടെ കഴുകണം. അങ്ങനെ മെനക്കേടൊക്കെ ഉണ്ട്. എന്നാലും അവരുടെ സന്തോഷമല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ച്. പിന്നെ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുക്കർ ബിരിയാണി. ഇതിന്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. പക്ഷെ ഇത് കുക്കർ ബിരിയാണിയാണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലാകെ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും 1/2 ടേബിൾ സ്പൂണ് നെയ്യും
ഇത് രണ്ടും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മള്. അല്ലാതെ വേറെ ഒന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല. ഓയിലി ആക്കാനോ ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തതെന്ന് പറഞ്ഞാൽ എയർ ഫ്രയർ ഉള്ളത് കൊണ്ട് ആ എയർ ഫ്രയറിലിട്ടാണ് മൊരിച്ചെടുത്തത്. അപ്പൊ അങ്ങനെ പോലും എണ്ണ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് നമ്മള് എല്ലാം വിളമ്പി കഴിച്ചു നോക്കുകയാണ്. മാധുക്കുട്ടിയുടെ അച്ഛൻ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പം അച്ഛന് ഭയങ്കര സന്തോഷം മോളുണ്ടാക്കിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. അപ്പൊ ഇന്നലെ നിങ്ങളവിടെ വാലന്റൈൻസ് ഡേ ആയിട്ട് എന്തൊക്കെയായിരുന്നു വിശേഷം എന്നൊക്കെ പറയണേ. പിന്നെ ശുചേട്ടൻ എനിക്ക് തന്ന ഗിഫ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്സ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുതേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് എന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.